ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ. അവളെ ശരിയാക്കണം. എല്ലാ ദിവസവും കാപ്പിക്കടയിലും അവിടെ എവിടെയും ചുറ്റിയിട്ട് 25,000 രൂപ മാത്രം കൊടുത്തിട്ട് നടുക്കടലിൽ ഒറ്റയ്ക്ക് വിട്ടമാരി ഇപ്പൊ എന്നെ ഒഴിവാക്കാൻ നോക്കുക. അവളെ അങ്ങനെ വിടാൻ പറ്റൂല. സാർ, ഇതിനു മുമ്പ് പറഞ്ഞ കഥ ഓർമ്മയുണ്ട് സാർ? എന്ത്? ആ സ്റ്റോറിൽ രാമനും ഉണ്ടായിരുന്നല്ലോ. അതിന് അപ്പൊ നമ്മുടെ ഈ മാഡത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഹീറോ ആണോ വില്ലനാണോ? രണ്ടുമല്ല. പിന്നെന്താ സാർ? കൃഷ്ണൻ. ഇതെങ്ങനെ സംഭവിച്ചു ബോസ്? സത്യഭാമ കാലുകൊണ്ട് വിളിച്ചപ്പോ കൃഷ്ണന് വേദനിച്ചോ? ഇല്ലല്ലോ. സത്യഭാമ സ്വയം വന്ന് കാലിൽ വീണു. ഞാനും അതേ റൂട്ടില. നീ കണ്ടോ? നല്ലൊരു വെപ്പ് വയ്ക്കുന്നുണ്ട്. എന്റെ ഫോൺ കട്ട് ചെയ്യുന്നല്ലടി എന്റെ ഉണ്ടക്കണ്ണി. വാട്ട് ഈസ് ദിസ്? എന്താ ഇവിടെ നടക്കുന്നേ? സോറി സാർ. ഇത് ഓഫീസാണോ അതോ വീടാണോ വിചാരം? അതല്ല സാർ. എന്തല്ല? ബൊക്കെ വന്നതോ അതോ ആ സമയത്ത് ഞാൻ വന്നതോ? നോക്കൂ സുഹാസിനി, ജോലി ചെയ്യാനാണ് ഓഫീസിൽ വരുന്നത്. ബോയ് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങണമെങ്കിൽ പബ്ബിലോ പാർക്കിലോ പോയാൽ മതി. അതല്ലാതെ ഇവിടെ ചുറ്റി നടന്ന് എന്റെ സമയം പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഇങ്ങനെയൊന്നും നടക്കില്ല സാർ. എത്തിയോ? നിങ്ങള് അടുത്ത ഫ്ലാറ്റിലാണ് ഞാൻ ഉള്ളത് സുഹാസിനി. സന്ദീപ് സാറിനെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. സോ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ? എന്തിനാ ഇത്ര ദേഷ്യമായിട്ട് സംസാരിക്കുന്നത്? ഇരുന്ന് സമാധാനമായിട്ട് സംസാരിക്കാതെ. എനിക്ക് സജഷൻ തരുന്നു, അത് അവനെ സപ്പോർട്ട് ചെയ്യണോ? അതല്ല പ്ലീസ്, ഇനി ഒന്നും പറയണ്ട. പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഞാൻ തന്നെ സംസാരിച്ചോളാം. ഡ്രൈവർ, എംപ്ലോയീസ് എത്ര പേരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എത്ര പേരെ യൂസ് ചെയ്യാൻ പോകുന്നു? നീ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നീ എന്തിനാ എന്റെ പിന്നാലെ ചുറ്റുന്നത്? എന്റെ അടുത്ത് എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതറിയാനുള്ള താല്പര്യം എനിക്കില്ല. പക്ഷേ ഏത് പെണ്ണായിരുന്നാലും ഒരാണിന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് അവൻ നല്ലവനായിരിക്കണമെന്നാ. ആയോഗ്യ എന്നെ മണ്ടിയാക്കാൻ നീ ധാരാളം പദ്ധതികൾ ഉണ്ടാക്കിയിരിക്കാം. പക്ഷെ അതൊരിക്കലും നടക്കില്ല. ഈ സോറി, ചീപ്പ് ട്രിക്സ് ഇതൊക്കെ നിർത്ത്. നീ ചെയ്യുന്നതൊക്കെ നുണയാണെന്ന് അറിഞ്ഞ് ആ എഗ്രിമെന്റ് കീറി അറിഞ്ഞിട്ട് ഞാൻ എന്നെ പിന്തുടരുമെന്ന് പറഞ്ഞല്ലേ? വീണ്ടും ഇപ്പൊ ഞാൻ പറയുന്നു, ഐ ഹേറ്റ് യു. ഞാൻ നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കുക. നിനക്ക് എന്റെ ജീവിതം അറിയില്ല, എന്റെ സ്ട്രഗിൾസ് അറിയില്ല. ദയവ് ചെയ്ത് എന്നെ വെച്ച് കളിക്കരുത്. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ് സന്ദീപ്. സുഹാസിനി, നോക്ക്, ഇനി എനിക്ക് ഫോൺ ചെയ്താലോ എന്നെ ഡിസ്റ്റർബ് ചെയ്താലോ ഞാൻ പോലീസ് കംപ്ലൈന്റ് കൊടുക്കും. മൈൻഡ് ഇറ്റ്. അവള് ദേഷ്യമായിട്ട് സംസാരിച്ചിട്ട് പോന്നു. നിങ്ങൾ എങ്ങനെയാ ചിരിക്കുന്നു സാർ? പാവാ സാർ. അവളെ ശരിക്കും അപ്സെറ്റ് ആയെന്നാ തോന്നുന്നേ. അവൾ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തത്, എന്നെ വെറുക്കാൻ വേണ്ടിയല്ല. അവളുടെ ലൈഫിനെ പറ്റി എനിക്കൊന്നും അറിയില്ലെന്ന് കരുതിയോ? അവളുടെ ലൈഫിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് അവൾക്കറിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. അതെ, ആ സുഹാസിനിയുടെ ജീവിതത്തിൽ ഈ സന്ദീപിനും സ്ഥാനമുണ്ട്. നിങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവളെ അറിയാം. സുഹാസിനിയെ ഫസ്റ്റ് ടൈം ഞാൻ അവിടെ കണ്ടെന്നറിയാം. ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നത്? സോറി. നിങ്ങളുടെ മുഖം കൂടി കാണുമ്പോ കുറെ നാളുകളായി നിങ്ങൾക്ക് സന്തോഷമേ ഇല്ലെന്ന് തോന്നുന്നു. പ്രോബ്ലംസ് എല്ലാവർക്കും ഉള്ളതാ. ജോലി കിട്ടിയില്ലെങ്കിലോ, വിവാഹം കഴിഞ്ഞില്ലെങ്കിലോ, പണം സമ്പാദിച്ചില്ലെങ്കിലോ സമയം പാഴാക്കിയെന്ന് കരുതരുത്.
ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സമയം പാഴാക്കിയെന്നാണ് അർത്ഥം. എന്തോ ടെൻഷൻ റിലീഫിന് വേണ്ടി നിങ്ങൾ സിഗരറ്റ് വലിക്കാൻ ഇവിടെ വന്നിരിക്കുന്നു. അത് ആസ്വദിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് പെൺകുട്ടികളെ പഞ്ചാര അടിച്ചാൽ എന്താ അർത്ഥം? ആദ്യം സിഗരറ്റ് എൻജോയ് ചെയ്യേ. അത് കണ്ടോ, ആരാ എന്താന്നൊന്നും നോക്കാതെ ഐസ്ക്രീം എൻജോയ് ചെയ്ത് കഴിക്കുന്നത്. അതുപോലെ നിങ്ങൾ സിഗരറ്റ് എൻജോയ് ചെയ്യൂ. ലാസ്റ്റ് പഫാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻജോയ് ചെയ്യൂ. ഹലോ, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എന്ത് ജീവിതമായത്. അന്ന് ആദ്യമായി സുഹാസിനിയുടെ നല്ല മനസ്സ് ഞാൻ അറിഞ്ഞു. സെക്കൻഡ് ടൈം കോളേജിലേക്ക് പോകുന്ന വഴി സോറി, റിയലി സോറി. അവളിലുള്ള കുട്ടികളെയും ഞാൻ അന്ന് കണ്ടു. പിന്നൊരു ദിവസം ഹലോ, എന്താ റെയ്ഡ് നടത്തിയെന്ന് കേട്ടു. അത് ഇൻഫർമേഷൻ വളരെ സ്ട്രോങ് ആണ് സർ. നീ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആ പെൺകുട്ടിയെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്യും. അവളുടെ പേരും വിവരമൊന്നും റെക്കോർഡ്സിലുണ്ടാവാൻ പാടില്ല. ഈ വിവരം പുറത്തറിയരുത്. ഓക്കെ സർ. അന്ന് അവളുടെ വേദന ഞാൻ അറിഞ്ഞു. ആ സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. സമീർ, അവിടെ എന്തെങ്കിലും ജോലി വേക്കൻസി ഉണ്ടോ? ഇല്ല സർ. ഇല്ലെങ്കിലും സാരമില്ല. ഒരു പുതിയ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് സ്പെഷ്യലായിട്ട് അപ്പോയിന്റ് ചെയ്യും. ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഹോട്ടലുണ്ട്. ഇറ്റ്സ് മൈ ഓർഡർ. ഓക്കെ ഓക്കെ സർ. അത്രയ്ക്ക് സെൻസിറ്റീവ് ആയ അവള് ഇതുപോലുള്ള അനുഭവങ്ങളിൽ എത്രമാത്രം വേദനിക്കുമെന്ന് എനിക്കറിയാം. അവളെ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ബൈക്കിന്റെ കഥയെല്ലാം പറഞ്ഞു കൂടിയത്. അവളെ എന്റേതാക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാം ഞാൻ ഉപയോഗിച്ചത്. ഇതുവരെയും ഈ കാര്യങ്ങളൊന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടേയില്ല. അവളുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടാതിരുന്നാൽ മാത്രം മതി. പക്ഷേ ഇനിയിപ്പോ എനിക്ക് അല്പം സമയം തരണം. നിക്ക്. എന്തിനാ? എന്തേലും ആലോചിച്ചോ? കുറച്ച് സമയമല്ലേ ചോദിച്ചുള്ളൂ. ഇപ്പോഴല്ലേ പറഞ്ഞത്? അത്രയ്ക്ക് ധൃതിയാണോ? എനിക്ക് വയസ്സാവുന്നു മോളെ, താങ്ങാൻ പറ്റുന്നില്ല. അത് നിനക്ക് മനസ്സിലാവില്ലല്ലോ. എന്താ, വേറെ ജോലിയില്ലേ? ചെയ്യുന്ന ജോലി പുറത്തു പറയാൻ കൊള്ളില്ല മോളെ. എന്താ, അത്രയ്ക്ക് മോശമായ ജോലിയാ? ഞാൻ കുറച്ച് കൂടുതൽ പറഞ്ഞു. എന്നാലും അത് പെണ്ണുങ്ങളോട് പറയാൻ കൊള്ളൂല. എന്റെ ഉണ്ട കന്നി.